നട്ടെല്ല് നിവർത്തി നേരെ നിന്നുകൊണ്ട് വലതുകാല് ഇടതുകാലിൻ്റെ തുട ആരംഭിക്കുന്ന ഭാഗത്ത് പതിച്ചു വെക്കുക. ബാലൻസ് ചെയ്ത് ഒറ്റക്കാലിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലൂടെ ബ്രീത്ത് ഇൻഹേൽ ചെയ്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് കൂപ്പി നിൽക്കുക. ഈ സമയം നോട്ടം നേർരേഖയിലായിരിക്കണം. കുറച്ചു നേരം ഈ ഒരു പോസിൽ ബാലൻസ് ചെയ്ത് അങ്ങനെ തന്നെ നിൽക്കാൻ ശ്രദ്ധിക്കുക. 1 മിനിറ്റോളമൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ബ്രീത്ത് ഇൻഹേൽ എക്സ്ഹേൽ ചെയ്തുകൊണ്ട് ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലൂടെ സാധാരണ രീതിയിലേക്ക് കൈകൾ കൊണ്ടുവരാം. കാലുകൾ താഴെ പതിക്കാവുന്നതാണ്. പിന്നീട് അടുത്ത കാലും ഇതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക. ശരീരത്തിൻ്റെ ബാലൻസ് സ്ഥാപിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ആസനമാണ് വൃക്ഷാസന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഏകാഗ്രത ശീലിക്കുന്നതിനും ഉത്തമമായിട്ടുള്ള ഒന്നാണ് വൃക്ഷാസനം. ശരീരത്തിലെ എല്ലാ നാഡികളെയും പേശികളെയും ഉത്തേജിപ്പിക്കുന്നതിന് ഈ വൃക്ഷാസനം കൊണ്ട് സഹായിക്കുന്നുണ്ട്. ഏകാഗ്രത വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.